സവാരി ഗിരിഗിരിയിൽ നാലാമത്തെ ചോദ്യം എടുത്തോളൂ. ഒരു പാട്ട് കേൾക്കാം. എന്നതവം ചെയ്തനേ യശോദ, എന്നതവം ചെയ്തനേ യശോദ, എന്നതവം ചെയ്തനേ യശോദ, എന്നതവം ചെയ്തനേ. എന്നതവം ചെയ്തനേ യശോദ, എന്നതവം ചെയ്തനേ. ഈ പാട്ട് കേട്ടല്ലോ, രണ്ടുപേരെ പാടിയത്. ചോദ്യം, ഈ ഗാനം ആരാണ് ആലപിച്ചിരിക്കുന്നത്? എ ചിത്ര സുജാത, ബി മഞ്ജരി ദേവിക, സി ചിന്മയി ശ്രീപാദ. രണ്ടുപേരെ അത് ഞാൻ ഒരു സൗണ്ട് കേൾക്കാത്ത ഒരു സൗണ്ടാണ്. അത് സ്ഥിരം കേൾക്കുന്നൊരു സൗണ്ടല്ല. എനിക്ക് തോന്നുന്ന ലാസ്റ്റ് പറഞ്ഞ ചിന്മയി ശ്രീപാദ. ശ്രീപാദ രണ്ട് ഓക്കെ, ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പോ സി ചിന്മയി ശ്രീപാദ നമ്മൾ എടുത്തിട്ട് പൂട്ടിയിരിക്കുകയാണ്. ഓക്കെ ഓക്കെ, അവിടെ കിടക്കട്ടെ. ഉന്നസ, ഒരു ചെറിയ ചോദ്യം. ഒരു റൂമില്, വലിയ റൂമില് 8 പേര് കിടന്ന് ഉറങ്ങുകയായിരുന്നു. അതിൽ 7 പേരെ കൊതുകുത്തി. ഒരാളെ കൊതുകുത്തിയില്ല. എന്താ കാര്യം? ഒന്നെങ്കിൽ കൊതുകിന് ഇഷ്ടപ്പെടാത്ത ചോരയായിരിക്കും, അല്ലെങ്കിൽ കൊതുക് കണ്ടിട്ടുണ്ടാവില്ല ഇടയ്ക്ക് കിടക്കുന്നത്. എന്നെ ഒരു ചോദ്യമൊക്കെ ആണെങ്കിൽ ഞാൻ തോറ്റിരിക്കും. എനിക്ക് ഇങ്ങനെയുള്ള കുറച്ച് ചോദ്യമൊന്നും അറിയത്തില്ല. അപ്പൊ എന്നാ ഞാൻ പറയാം. 8ാമത്തെ ആള് ഗുഡ് നൈറ്റ് പറഞ്ഞിട്ടാ കിടന്നത്. ഓ ഒരിക്കലും ഞാൻ പറയത്തില്ല. ഓ ശരി, ഓക്കെ ഓക്കെ. ഗുഡ് നൈറ്റ് പറഞ്ഞ് കിടന്നോണ്ട് അയാളെ പാത്രം കൊതുക് കടിച്ചില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, നമ്മളിങ്ങനെയൊക്കെ ഇരുന്ന് സംസാരിക്കുന്നത് അതൊക്കെ ശരി. എന്തായാലും എറണാകുളത്ത് വരുമ്പോഴത്തേക്ക് പൊന്നമ്മ കലവറയുന്ന എന്തെങ്കിലുമൊക്കെ നമുക്ക് തരണം. തീർച്ചയായും. നിങ്ങൾക്കൊക്കെ അതിലെപ്പറ്റി ഞാൻ ആർക്കാ കൊടുക്കുക? തീർച്ചയായും നമ്മുടെ നന്നായിട്ട് പോകുന്നുണ്ട്. ഓൺലൈൻ ഇപ്പം നന്നായിട്ട് പോകുന്നുണ്ട്. പിന്നെ ഇപ്പം റെസ്റ്റോറൻറ്റ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതൊരു മാർച്ച് ഏപ്രിലോട് കൂടിയാണ് അത് പ്ലാൻ ചെയ്യുന്നത്. മലബാറും നമ്മുടെ പിന്നെ നമ്മുടെ നാടൻ ഫുഡും ചൈനീസും എല്ലാം കൂടെ ചേർന്ന്, അറബിക്കൊക്കെ ചേർന്നിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് മനസ്സിൽ കാണുന്നു. പിന്നെ നമ്മുടെ പന്ന മസാലകളും ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നത്. പൊന്നമാസിന്റെ തന്നെ മസാലകളും. പൊന്നമാസ് മസാല. അതും ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട്. ഒന്നും എല്ലാം ഇങ്ങനെ നിൽക്കുന്നു. എല്ലാം ഒത്തുവിടുന്ന ചെറിയ സംരംഭം അല്ലല്ലോ, അത് വലിയ സംരംഭം അല്ലേ. അപ്പൊ ചിലപ്പോ നടക്കാതിരിക്കാം. കൊറോണ നമ്മളെ ഇട്ട് ചുറ്റിക്കുന്നുണ്ട്. അതാണ് അത് അവിടെ ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന നിൽക്കുവാണ്. എല്ലാം നന്നായി വരട്ടെ എന്നാണ് ഞാനും പ്രാർത്ഥിക്കുന്നത്. തീർച്ചയായിട്ടും നന്നായിട്ട് വരും. കാരണം പൊന്നൂസിന്റെ മനസ്സ് നല്ലതാണ്. ഓക്കെ, അപ്പോ സി ചിന്മയി ശ്രീപാദ ഉത്തരം നൽകിയിരിക്കുകയാണ്. ഉത്തരം ശരിയാണ്. കൺഗ്രാജുലേഷൻസ്. ഞാൻ സത്യം പറഞ്ഞ അതൊരു ഞാൻ സൗണ്ട് കേട്ടപ്പോ അവരെ രണ്ടിനും ഒച്ചയല്ല. സത്യം അല്ല, ഒച്ചക്കൊരു ഡിഫറൻറ്റ് കിട്ടും. അപ്പോ സവാരി ഗിരിഗിരി ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇനി അടുത്തത് രാജമാണിക്യം. രാജമാണിക്യത്തിൽ ഒരു ചോദ്യം, 10 സെക്കൻഡ്, ഒരു ക്ലൂ ഇല്ല, ഓപ്ഷൻസും ഇല്ല. തുടങ്ങാം. റെഡിയാണോ? റെഡി. രാജമാണിക്യം. തിളക്കം എന്ന സിനിമയിൽ ഭാവന അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേര് എന്താണ്? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 10 9 ഗൗരി. 5 4 3 2 1. ഗൗരി. ഉറപ്പാണോ? അല്ല, ഞാൻ സിനിമ കണ്ടതാ, അതുകൊണ്ട് എനിക്കറിയാം അത് ഗൗരിയാണ്. ഞാൻ കണ്ടതാ. അതിനകത്ത് ഞാൻ അഭിനയിച്ചില്ലെങ്കിൽ ഞാൻ പടം ടി വിയിൽ എപ്പോ വന്നാലും കാണും. അതൊക്കെ ചിരിക്കാനുണ്ടല്ലോ, ഇരുന്ന് ചുമ്മാ ഇന്ന് കുത്തിയിരുന്ന് ചിരിക്കാമല്ലോ. ഗൗരിയ. അയ്യോ, തെറ്റാണോ? അല്ല, തെറ്റല്ലേ? ഗൗരിയല്ലേ? പൊന്നൂസ് ഉണ്ടല്ലോ, പുലിയാണ്. പുലി. ഉത്തരം ശരിയാണ്. ഇപ്പൊ 20,000 രൂപ അക്കൗണ്ടിൽ എത്തിച്ചേർന്നു. താങ്ക് യു സോ മച്ച്.